Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room, Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. Halfway up the tree, മരത്തിൻ്റെ മധ്യത്തിലായിട്ട് ഐ ഹാഡ് ബിൽട്ട് ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എ സ്മോൾ പ്ലാറ്റ്ഫോം ഒരു ചെറിയ തട്ട് ഓൺ വിച്ച് അതിന്മേൽ ഐ വുഡ് ഓഫൺ സ്പെൻഡ് ഞാൻ മിക്കവാറും ചിലവഴിക്കും ദ ആഫ്റ്റർനൂൺസ് ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങൾ വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട് നല്ല ചൂടില്ലാത്തപ്പോൾ ഐ കുഡ് റീഡ് ദർ എനിക്ക് അവിടെ നിന്നും വായിക്കാൻ സാധിച്ചു പ്രോപ്പിംഗ് മൈസെൽഫ് സ്വയം ചാരിക്കൊണ്ട് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ ബോൾ മീൻസ് ട്രങ്ക് തടി മരത്തടി ആ മരത്തിൻ്റെ തടിയിൽ ചാരിക്കൊണ്ട് വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂമിൽ നിന്നെടുത്ത തലയണകളോട് കൂടെ തലയണ മരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഇടയിൽ വെച്ച് എന്നിട്ട് അതിന്മേൽ ചാരിക്കൊണ്ട് ട്രഷർ ഐലൻഡ് ഹക്കിൾബറി ഫിൻ ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ് വായിക്കാൻ വേണ്ടി അദ്ദേഹം ആ മരത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ വായിച്ചത് ട്രഷർ ഐലൻഡ് ഹക്കിൾബറി ഫിൻ മൗഗ്ലി സ്റ്റോറീസ് അതുപോലെ എഡ്ഗർ റൈസ് ബറോസിൻ്റെ നോവലുകൾ അതുപോലെ ലൂയിസ മേ ആൽക്കോട്ടിൻ്റെ നോവലുകൾ ഇതൊക്കെ ഒരു മിക്സ്ഡ് റീഡിങ് എല്ലാ മിശ്രിതമായ കൂടിക്കലർന്ന ഒരു വായന അതിന് സൗകര്യമൊരുക്കി വ്യത്യസ്ത നോവലുകളും കഥകളും ഒക്കെ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇവകൾ വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ് ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് അറ്റ് ദ കുക്ക് quarreling with a fruit vendor or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. When I did not feel like reading, എനിക്ക് വായനയ്ക്ക് താല്പര്യമില്ലാത്ത സമയത്ത് ഐ കുഡ് ലുക്ക് ഡൗൺ എനിക്ക് താഴേക്ക് നോക്കാൻ സാധിച്ചു ത്രൂ ദ ബനിയൻ ലീവ്സ് ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ അറ്റ് ദ വേൾഡ് ബിലോ താഴെയുള്ള ലോകത്തേക്ക് അതുപോലെ അറ്റ് ഗ്രാൻഡ് മദർ വലിയുമ്മയിലേക്കും ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് ഗ്രാൻഡ് മദർ അധികവും ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ തൂക്കിയിടുകയും അല്ലെങ്കിൽ എടുത്തു മാറ്റുകയും ചെയ്യുന്നത് അറ്റ് ദ കുക്ക് വീട്ടിലെ കുക്കിനെ പാചകക്കാരനെ കോറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ പഴക്കച്ചവടക്കാരനുമായി തർക്കിക്കുന്നത് വെൻഡർ മീൻസ് ഉന്തുവണ്ടിയിലൊക്കെ കച്ചവടം നടത്തുന്ന ആൾ ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ അദ്ദേഹം കാണുന്ന കാഴ്ചകളാണ് ഗ്രംബ്ലിംഗ് മുറുമുറുക്കുന്ന ഗ്രാൻഡ് ഫാദറിനെ അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മേരിഗോൾഡ്സ് പരുപരുത്ത ഇന്ത്യൻ ജമന്തി പൂക്കളോട് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ സ്പ്രിങ്ങിങ് അപ്പ് എന്നാൽ പൊട്ടിമുളക്കുക എന്നാണ് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് വാശിയോടെ പൊട്ടിമുളക്കുന്ന ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് തോട്ടത്തിൽ യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് സാധാരണ വളരെ ആവേശമുണ്ടാക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ ഞാൻ ആൽമരത്തിലായിരിക്കുന്ന സമയത്ത്
ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പ്രത്യേക ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് വേണ്ടത്ര ആവേശമുണ്ടായി, ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ, ആ വേനൽക്കാലം മുഴുവനും എന്നിൽ നിലനിർത്തുന്ന ഒരു ആവേശം. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ വൈൽ ഐ സാറ്റ് directly above them in the banyan tree. That was the time. That was അതായിരുന്നു the time, സമയം. I saw a mongoose and a cobra. ഒരു കീരിയെയും ഒരു മൂർഖനെയും കണ്ട സമയമായിരുന്നു അത്. ആ ആവേശമുണ്ടാക്കിയ സംഭവമാണ് പറയുന്നത്. ഫൈറ്റ് ടു ഡെത്ത്, മരണം വരെ പോരാടുന്ന, ഇൻ ദ ഗാർഡൻ, ആ പൂന്തോട്ടത്തിൽ. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബോവ് ദം, ഞാൻ അവരുടെ നേരെ മുകളിൽ ഇരുന്നപ്പോൾ, ഇൻ ദ ബനിയൻ ട്രീ, ആൽമരത്തിൽ. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവരി വൺ, ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ഫാദർ, ഇൻഡോർസ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. It was an April afternoon. അത് ഒരു ഏപ്രിൽ മാസത്തിലെ ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ, വേനൽക്കാലം അടുത്ത് വരുന്നതിൻ്റെ ചൂടുള്ള കാറ്റ്. ഹാഡ് സെൻറ്റ് എവരി വൺ, എല്ലാവരെയും അയച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ, വലിയുപ്പയെ അടക്കം, ഇൻഡോർസ്, ഉള്ളിലേക്ക്, വീടിൻ്റെ ഉള്ളിലേക്ക്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി, എനിക്ക് ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. മൈസെൽഫ്, എനിക്ക് സ്വയം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ആൻഡ് വാസ് വണ്ടറിങ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്, കുളത്തിലേക്ക് പോയാലോ, ബിഹൈൻഡ് ദ ഹൗസ്, വീടിൻ്റെ ബാക്കിലുള്ള, ഫോർ എ സ്വിം, നീന്താൻ വേണ്ടി. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ആ സമയത്താണ് ഒരു വലിയ മൂർഖനെ ഞാൻ കണ്ടത്. ഗ്ലൈഡിങ്, തെന്നി വരുന്നത്, ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്, കാക്ടസ് ചെടികളുടെ, കള്ളിമുൾ ചെടികളുടെ കൂട്ടത്തിൽ നിന്നും പുറത്തേക്ക്. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട്, തണുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നതും, ഓഫ് ദ ഗാർഡൻ, തോട്ടത്തിൻ്റെ. അറ്റ് ദ സെയിം ടൈം, അതേ സമയം, എ മംഗൂസ്, ഒരു കീരി, ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ, അവനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എമേർജ്ഡ് ഫ്രം ദ ബുഷസ്, കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര, കോബ്രയുടെ നേരെ പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, ഇൻ ബ്രൈറ്റ് സൺഷൈൻ, ദേ കെയിം ഫേസ് ടു ഫേസ്. ക്ലിയറിംഗ് മീൻസ് ഒരു ഓപ്പൺ പ്ലേസ്, തുറസ്സായ സ്ഥലം. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, മരത്തിൻ്റെ താഴെ തുറസ്സായ ഒരു സ്ഥലത്ത്. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, തിളങ്ങുന്ന സൂര്യപ്രകാശത്തിൽ. ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ മുഖാമുഖം വന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്, 3 feet long, was a superb fighter, clever and aggressive, but the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long sharp fangs were full of deadly venom. Cobra knew only too well, മൂർഖന് നന്നായി അറിയാം, that the grey mongoose, ഗ്രേ കളറിലുള്ള മംഗൂസ്, 3 feet long, 3 അടി നീളമുള്ള, was a super fighter. സൂപ്പർ മീൻസ് മികച്ച ഫൈറ്ററാണ്, യോദ്ധാവാണ്. ക്ലവർ, ബുദ്ധിമാനാണ്. ആൻഡ് അഗ്രസീവ്, അക്രമ സ്വഭാവമുള്ളവനാണ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ, പക്ഷേ മൂർഖനും വളരെ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, നല്ല കഴിവുള്ള, അനുഭവ സമ്പത്തുള്ള ഫൈറ്ററാണ് കോബ്രയും.
ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, അവന് വേഗത്തിൽ ചലിക്കാൻ സാധിച്ചു. ആൻഡ് സ്ട്രൈക്ക്, ആക്രമിക്കാനും, വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗതയിൽ. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹീസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, ഫാങ്സ് മീൻസ് വിഷപ്പല്ല്, അവൻ്റെ നീണ്ട കൂർത്ത മൂർച്ചയുള്ള വിഷപ്പല്ലുകൾക്ക് പിന്നിലുള്ള സഞ്ചി, സാക്സ് മീൻസ് സഞ്ചികൾ, വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, അവ മുഴുവനും മാരകമായ വിഷമായിരുന്നു.